പ്രധാനമന്ത്രി കേന്ദ്രമന്ത്രി എന്നൊക്കെ വെച്ചിരിക്കുന്നത് വെറുതെ ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ്. ഈ ബില്ലിൻ്റെ യഥാർത്ഥ ഉദ്ദേശമെന്ന് പറഞ്ഞാൽ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്. യഥാർത്ഥത്തിൽ എത്രയോ ലോ കമ്മീഷനുകൾ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു, ഒരു 1/2 ഡസനിലേറെ. അവരൊന്നും ഇത് സംബന്ധിച്ചൊരു ശുപാർശ നൽകിയിട്ടില്ല. അത് മാത്രമല്ല, 5 വർഷം അല്ലെങ്കിൽ അതിനുമേൽ ശിക്ഷിക്കാൻ കഴിയുന്ന വകുപ്പുള്ള ഒരു കേസിൽ 30 ദിവസത്തിലേറെ ജയിലിൽ കിടന്നാൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ രാജിവെക്കണമെന്ന് പറയുമ്പോൾ കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ തന്നെ പ്രതിപക്ഷത്തെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി, പ്രതിപക്ഷ സർക്കാരുകളെ വേട്ടയാടാൻ വേണ്ടി തുനിഞ്ഞിറങ്ങുന്ന സമയത്ത് ഇത് ദൂരവ്യാപകമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. നിലവിൽ തന്നെ ജനപ്രാതിനിധ്യ നിയമപ്രകാരം സെക്ഷൻ 8 പ്രകാരം ഒരു ജനപ്രതിനിധി 2 വർഷത്തിലേറെ ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അയോഗ്യത കൽപ്പിക്കപ്പെടുമെന്നുള്ള വ്യവസ്ഥയുണ്ട്. അതുതന്നെ അല്പം കർക്കശമാണെന്നുള്ളൊരു നിലപാട് കൊണ്ട് പണ്ടൊരു നിയമം കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോഴാണ് അന്ന് രാഹുൽ ഗാന്ധി ആ ബില്ല് കീറിക്കളഞ്ഞത്. അപ്പോൾ നിലവിൽ അങ്ങനെ ഒരു വ്യക്തമായ നിയമമുണ്ട്. ഇപ്പോൾ കേജ്രിവാളിനെ ഇവർ മാസങ്ങളോളം ജയിലിലിട്ടു. കേജ്രിവാളിനെതിരെ എന്തെങ്കിലും ഒരു കുറ്റം തെളിഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഗവർണർമാരെ ഉപയോഗിച്ച് ഇപ്പോൾ സംസ്ഥാനങ്ങളിൽ നടത്തുന്ന അസ്ഥിര അട്ടിമറി പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടാൻ വേണ്ടി ജനാധിപത്യത്തിൽ സംശുദ്ധി കൊണ്ടുവരാനെന്നുള്ള പേരിൽ വളരെ മാരകമായിട്ടുള്ള ദൂരവ്യാപകമായിട്ടുള്ള ഭവിഷ്യത്തുകളുള്ള ഒരു ബില്ലുമായിട്ട് അമിത്ഷാ രംഗത്ത് വന്നിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതിനെ അതിശക്തമായി എതിർക്കേണ്ടതാണ്. ഇത് ജനാധിപത്യത്തെ തകർക്കാൻ വേണ്ടിയുള്ള ബില്ലാണ്. ഇതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ, പ്രതിപക്ഷത്തെ അസ്ഥിരപ്പെടുത്താൻ ലക്ഷ്യമിച്ചുകൊണ്ടുള്ളതാണ്.